ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത ആഴ്ച വിജയദശമിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ വിജയദശമിയോടനുബന്ധിച്ചിട്ട് നമ്മൾ വിളക്ക് വെക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പോയി നോക്കിയതാണ്. ഏതായാലും ഞായറാഴ്ചയാണ്, എല്ലാവർക്കും അവധിയാണ്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോൾ വിളക്ക് ഫുള്ള് ക്ലാവ് പിടിച്ച് എണ്ണമയവും ഒക്കെ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഒരു കാണാൻ കൊള്ളാത്ത രീതിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പം അതിന് എൻ്റെ കയ്യിൽ ഒരു ടിപ്പുണ്ട്. ആ വിളക്ക് ക്ലാവൊക്കെ പോയി വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ടുള്ള വെട്ടിത്തിളങ്ങാന്ന് പറഞ്ഞാൽ അങ്ങനെ പുതുപുത്തനൊന്നും ആവില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ വിളക്ക് ക്ലീൻ ചെയ്യുക എങ്ങനെയാണെന്ന്, നല്ല വിളക്കിനെ നല്ല സുന്ദരിയാക്കി വെക്കാൻ ഒരു ചെറിയൊരു ടിപ്പുണ്ട്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. നിലവിളക്ക് എടുത്തിട്ട് അത് ഒരു പേപ്പർ വെച്ചിട്ട് നന്നായി അതിലത്തെ എണ്ണയൊക്കെ തുടച്ചെടുക്കണം. ആദ്യം പേപ്പർ വെച്ചിട്ടായാലും തുണി വെച്ചിട്ടായാലും കുഴപ്പമില്ല. അതിനുശേഷം നിലവിളക്കൊക്കെ ഇങ്ങനെ 2-3 പ്രാവശ്യം ഇതായിട്ട് അഴിച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തിട്ട് വേണം നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ എണ്ണയും ഇതൊക്കെ പോയി ക്ലാവ് പിടിച്ചിരിക്കാൻ സാധ്യത കൂടുതലാണ്. അതിനുശേഷം ഞാനിതങ്ങനെ ചെറിയൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം അഴിച്ച് ഉരുളിയിലേക്ക് ഇടുക. ഈ നിലവിളക്കിൻ്റെ താഴത്തെ ഭാഗം അഴിക്കണം. അത് അഴിക്കാൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. പിന്നെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം എനിക്കത് അഴിക്കാൻ കിട്ടി. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഞാനത് അഴിച്ചിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. കണ്ടോ, ഭയങ്കര ടൈറ്റായി, എണ്ണയും ക്ലാവൊക്കെ പിടിച്ചിട്ടേ അഴിക്കാനേ കിട്ടണില്ല. അപ്പോൾ കണ്ടോ, നിലവിളക്കൊക്കെ നന്നായി മുങ്ങി നിൽക്കത്ത രീതിയിൽ വേണം നമ്മൾ വെള്ളം എടുക്കാൻ. അതിനുശേഷം നമ്മൾ ഞാൻ വാളം പുളിയാണ് എടുത്തേക്കുന്നത്. ഒരു ലേശം വാളം പുളി എടുത്തതിന് ശേഷം ഇങ്ങനെ പിച്ചി പിച്ചി ഇടുക. അങ്ങനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് എടുത്തേക്കുന്നത്. ഒരു ടീസ്പൂൺ അത്രയാണ് എടുത്തിട്ടുള്ളൂ. അത് നന്നായി അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡാണ് ഞാൻ എടുത്തിരുന്നത്. ഇനി സോപ്പ് പൊടി ആയാലും കുഴപ്പമില്ല. വിമ്മിൻ്റെ ലിക്വിഡോ സോപ്പ് പൊടിയോ ഇനി ബാർ സോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലിടുക. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ഇത് വെച്ച് നന്നായി തിളപ്പിക്കുക. ഒരു 5 മിനിറ്റോളം നന്നായി വെട്ടിത്തിളപ്പിക്കണം. അതിൻ്റെ ആ ക്ലാവൊക്കെ ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് ഞാനിവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ അറിയിക്കണം. നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റോളം നന്നായി തിളപ്പിച്ചാലാണ് അതിൻ്റെ ചളിയൊക്കെ ഒന്ന് ഇളകി എണ്ണമുഴുക്കൊക്കെ ഒന്ന് ഇളകി നമുക്ക് വൃത്തിക്ക് കിട്ടുള്ളൂ. ചൂടായതിൻ്റെ ശേഷം വേഗം ഓഫാക്കരുത്. 5 മിനിറ്റോളം തിളപ്പിക്കണം. ഞാനിവിടെ അഷ്ടമംഗല്യ തട്ടും കൂടി ഇതിൽ ഇട്ട് തിളപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കല്യാണത്തിനൊക്കെ വയ്ക്കുന്ന അഷ്ടമംഗല്യ തട്ടുണ്ടല്ലോ, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ തിളപ്പിക്കുന്നത്. ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കി ചൂടാറണം. ഇനി ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ ചൂടാറിയതിൻ്റെ ശേഷം നല്ലോണം സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്ത് കണ്ടോ നന്നായിട്ട് ഇതേപോലെ ഉരച്ച് കഴുകുക. കണ്ടോ, എല്ലാം പോയി ക്ലീൻ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് കിട്ടി. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ റിവ്യൂ അറിയിക്കണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിങ്ങനെ കണ്ടാൽ പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ബൈ.